ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ദിവസം നമ്മൾ പോൾ ചെയ്തിരുന്ന ക്വസ്റ്റ്യനാണ് ലിഥിയം തെറാപ്പി ഡ്യൂറിങ് പ്രഗ്നൻസി ഇൻക്രീസസ് ദ ചാൻസ് ഓഫ് ഡാഷ് ഇൻ ഫീറ്റസ്. ഓപ്ഷൻസ്: അൻസെഫാലി, ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് ഇൻ എക്സ്ട്രിമിറ്റീസ്, കാർഡിയാക് മാൽഫോർമേഷൻസ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഡിയാക് മാൽഫോർമേഷൻസ് ആണ്. പ്രഗ്നൻസി സമയത്ത് ലിഥിയം എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ അവരുടെ ഫീറ്റസിന് ഉണ്ടാകുന്ന കാർഡിയാക് ഡിഫക്റ്റാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതിനെ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് എപ്സിൻ അനോമലി എന്ന് പറയുന്നത്. അതിൽ വരുന്ന ഫീച്ചേഴ്സാണ് ASD, ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ്, അതേപോലെ തന്നെ ഏട്രിയൽ എൻലാർജ്മെൻറ്റ്, റൈറ്റ് ഏട്രിയൽ എൻലാർജ്മെൻറ്റ്. സോ ഇതിൻ്റെ ഫൈൻഡിങ്സിൽ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ECGക്കകത്ത് ഹിമാലയൻ P വേവ് കാണപ്പെടും എന്നുള്ളതാണ്. പിന്നെ അടുത്ത ഒരു ഫൈൻഡിങ് കൂടി ഇതിനകത്തുള്ളത് വാൽവ് മാൽഫോംഡ് ആയിരിക്കും. അതിൻ്റെ ഫലമായിട്ട് പ്രോപ്പറായിട്ടുള്ള സർക്കുലേഷൻ ഹാർട്ടിൽ മെയിൻറ്റെയിൻ ചെയ്യപ്പെടാറില്ല. ദെൻ ലിഥിയത്തെ പറ്റി പറയുമ്പോൾ ലിഥിയത്തിൻ്റെ സൈഡ് എഫക്റ്റ് കൃത്യമായിട്ടും അറിയണം. ഇതൊരു നാരോ തെറാപ്യൂട്ടിക് റേഞ്ചിലുള്ള ഒരു ഡ്രഗാണ്. ഇതിൻ്റെ തെറാപ്യൂട്ടിക് റേഞ്ച് പലതവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. 0.6 to 1 mg/L എന്നുള്ളതാണ്. ഇതിൻ്റെ സൈഡ് എഫക്റ്റ് പഠിക്കാൻ വേണ്ടിയുള്ള ഒരു ന്യൂമോണിക്സ് പറയാം. ലിഥിയം എന്നുള്ളത് തന്നെയാണ്. L മീൻസ് ലൂക്കോസൈറ്റോസിസ്, I means increased urine output. അടുത്തത് ടെറാട്ടോജനിക്. T എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെറാട്ടോജനിക് എന്നുള്ളതാണ്. ടെറാട്ടോജനിക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെ എപ്സിൻ അനോമലിയാണ് അതിനകത്ത് വരുന്നത്. H മീൻസ് ഹൈപ്പോതൈറോയിഡിസം, I മീൻസ് ഇൻക്രീസ്ഡ് വെയിറ്റ് ഗെയിൻ, U മീൻസ് അപ്സെറ്റ് സ്റ്റൊമക്ക്, അതിനകത്ത് നോസിയ, വോമിറ്റിംഗ്, അബ്ഡോമിനൽ പെയിൻ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ദെൻ M മീൻസ് മസിൽ വീക്ക്നെസ്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇനി കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ് നിങ്ങൾ മെൻറ്ററെ കണ്ടെത്തുക. അവിടെ വരെയാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പല കുട്ടികളും എന്നോട് ചോദിച്ചു ഇനി കോച്ചിങ്ങിന് ജോയിൻ ചെയ്യണോ പഠിക്കണോ എന്നൊക്കെ. അപ്പോൾ അതിനകത്ത് കോച്ചിങ്ങിന് ജോയിൻ ചെയ്ത് പഠിക്കാൻ ഞാൻ ആരെയും നിർബന്ധിക്കത്തില്ല. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതേ ഉള്ളൂ. നിങ്ങൾ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യാതെ പഠിക്കാൻ തീരുമാനിക്കുമ്പോൾ നിങ്ങൾ സെൽഫ് മോട്ടിവേറ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ തന്നെ പഠിച്ചു പോകാൻ വേണ്ടി പറ്റും. തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ വെച്ച് ഡെയിലി നിങ്ങൾക്ക് പഠിക്കാൻ നിങ്ങൾക്ക് തന്നെ സമയം കണ്ടെത്താൻ കഴിയും എങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ നിങ്ങൾക്ക് പോകാൻ പറ്റും. രണ്ടാമത്, നിങ്ങൾക്ക് ഈ ഡിഫിക്കൽട്ട് സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ റാങ്ക് ഡിസൈഡിങ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയ അഡ്മിനിസ്ട്രേഷൻ, റിസർച്ച്, എഡ്യൂക്കേഷൻ പോലുള്ള ടോപ്പിക്കുകളാണ്. ആ ടോപ്പിക്കുകളുമായിട്ട് ബന്ധപ്പെട്ട് PG ഒക്കെ കഴിഞ്ഞതിന് ശേഷം അത്യാവശ്യം കൺസെപ്റ്റുകൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെൽഫ് ലേണിങ്ങിലേക്ക് തന്നെ പോകാൻ പറ്റും. ദെൻ അതേപോലെ തന്നെ കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്ന ഏരിയയാണ് ഈ സൈക്കോളജി, സോഷ്യോളജി പോലുള്ള സബ്ജക്റ്റുകൾ. അവയും സ്വയം പഠിക്കാൻ പറ്റുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അല്ല, നിങ്ങൾ സെൽഫ് മോട്ടിവേറ്റഡ് അല്ല, നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഒരു സപ്പോർട്ട് വേണം, കാര്യങ്ങൾ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം, കേട്ട് പഠിക്കാനാണ് നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമുള്ളത് വായിച്ച് പഠിക്കുന്നതിനേക്കാൾ, ആ ഒരു രീതിയിലൊക്കെ നിങ്ങൾക്കൊരു കൺസെപ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ നിങ്ങൾ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യുക. അത്രമാത്രം.